ഇവിടെ നാട് പോലെയായി. രാവിലെ ജെല്ല് തുറന്ന മഴയും മഞ്ഞുതുള്ളിയൊക്കെ കാണുന്നു. നാട്ടിലാണെങ്കിൽ 40-42 ഡിഗ്രി ചൂടിൽ സുഖമായിരിക്കുന്നു. പണ്ടൊക്കെ ആവി പിടിക്കണമെന്നുണ്ടെങ്കിൽ കമ്പിളി ഇട്ട് പുതയ്ക്കണമായിരുന്നു. ഇപ്പൊ വിക്സ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ആവി പിടിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് നന്ദി. നമസ്കാരം. പിഷാരടിയുടെ ഭയങ്കര ആരാധകനാണോ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, അത് അധികം വളർത്തണ്ട കേട്ടോ. അല്ല, അജയൻ ചേട്ടാ, രമേശ് ചേട്ടനാണ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെ? ഈ പൊതുവെ ഈ ഫീൽഡിലേക്ക് മിമിക്രി. അപ്പൊ അവൻ ഏജൻസിയും തുടങ്ങിയോ? യാദൃശ്യമായിട്ട് സംഭവിച്ചാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? പക്രു ചേട്ടൻ ഹോട്ടലിലിരിക്കുമ്പം ആ ഹോട്ടലില് മറ്റേ ഓർഡർ എടുക്കാനായിട്ട് പിഷാരടി നിന്നാലോ? ആയിക്കോട്ടെ, ഒന്ന് വിളിച്ചേ. ഹലോ പക്രു ചേട്ടാ, ഞാന് അന്ന് കണ്ടപ്പോ നിന്നാ കാണുന്നത്. ഞാൻ ഒരുപാട് സന്തോഷം. ആ ഷോയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ് വിളിച്ചുമില്ല, കണ്ടുമില്ല. അല്ല പിഷാരടി, ഞാൻ വിളിച്ചതിന് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ധർമ്മജൻ സിനിമയിൽ ഇപ്പൊ ഹൃതിക് റോഷനിലൊക്കെ കട്ടപ്പന അതന്നെ ആ പടത്തില് നന്നായിട്ട് അഭിനയിച്ച് വളരെ പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് കയ്യടി മേടിച്ചോണ്ടിരിക്കുക. അപ്പൊ നീ ഇപ്പൊ കൂടെ ഹൈറ്റ് കുറഞ്ഞവരെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പൊ എന്നെ എടുക്കുമെന്നറിയാൻ വേണ്ടി വിളിച്ചു. തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാവുന്ന വളരെ വലിയൊരു കലാകാരൻ തന്നെയാണ് പക്രു ചേട്ടൻ. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത പടത്തില് ഞാൻ എനിക്ക് അറിയാവുന്ന ഡയറക്ടർമാരൊക്കെ ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പക്രു ചേട്ടനെ സജസ്റ്റ് ചെയ്യുന്നുള്ള യാതൊരു സംശയമില്ല. ഈ വേദി വെച്ച് പറയുകയാണ്. പടത്തിലൊന്നും വേണ്ട, നിനക്കും പടയില്ല എനിക്കും പടമില്ല, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്നെ സ്റ്റേജിൽ കൊണ്ടുപോകുന്ന. തീർച്ചയായിട്ടും കൊണ്ടുപോകട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരു കോമ്പിനേഷൻ ഓൾറെഡി ഉണ്ടല്ലോ. നേരത്തെ ഞാനും സായം ചേട്ടൻ തമ്മിലായിരുന്നു ഒരു കോമ്പിനേഷൻ. പക്ഷെ നമ്മൾ തമ്മിലും കോമ്പിനേഷൻ ഉണ്ട്. അതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ. എന്റെ കൂട്ടത്തിൽ പ്രോഗ്രാം ചെയ്യാനും അതുപോലെ മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് സന്തോഷം പക്രു ചേട്ടാ. ഓക്കെ പിഷാരടി, ടിനിറ്റോം വിട്ടാ ഞാൻ വരാം. നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കേട്ടേക്കാം. ജെറി ഓട കേട്ടോടാ പോലെ ജെറി, ഒരു 10-20 കൊല്ലം മുമ്പത്തെ കഥയാണ്. ഞാനും ഈ നിൽക്കുന്ന മേനോ ചേട്ടനും ദുബായിൽ വരുമ്പോ അന്നൊന്നും ദുബായ് ഇത്ര ഡെവലപ്പ് ആയിട്ടില്ല. കവിയൂര് പള്ളി വെച്ച നിന്റെ അമ്മച്ചീനെ ഞാൻ ആദ്യം കാണുന്നത്. അന്നിവിടെ കൈപിടിച്ച് കൂട്ടിയ പിന്നെ ഇന്നുവരെ കരയിച്ചിട്ടില്ല ഞാൻ. നോക്കിക്കൊണ്ടിട്ടാവില്ലേ? എടാ മോനെ മാനോലെ, ജോസഫേട്ടന് നിന്നോട് എന്ത് പണക്കമില്ല. നിനക്ക് തരാനുള്ള പണം ജോസഫേട്ട പലിശ തീർത്ത് തരും. പക്ഷെ ഇപ്പൊ ജോസഫേട്ട കയ്യില് 5 പൈസ ഇല്ലേ. നിനക്കറിയാലോടെ മാനോലെ, പ്രസിന്റെ ഓസ പ്രസ് പൂട്ടിയടക്ക. നീ നന്നോളനാ, നീ നന്നാവും. റോസമ്മ എന്തിനു കാണിക്കണത്? ഇനി ഈ സിനിമയിലെ നടിപ്പ് തീരണവരെ റോസമ്മയല്ല, കീഴ്ജാതിയുമല്ല, നായർ പെണ്ണ. അത് മറക്കല്ലേ. നമുക്ക് ഈ റോസമ്മ എന്നുള്ള പേര് ഒന്ന് പരിഷ്കരിച്ച എന്തിന് ജാനട്ടെ? അതിപ്പ സുന്ദരരാജന്റെ മച്ചാന്റെ ഭാര്യയുടെ പേര് റാസി എന്നല്ലേ? റാസി. അതാവുമ്പോ വിളിക്കാനും കൊള്ളാം, കേൾക്കാനും. എന്തൊരു ചാൻസാ. പക്രു ചേട്ടന്റെ ഏറ്റവും അടുത്തൊരു വ്യക്തിയുടെ സൗണ്ടാണ് അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. അബീക്കയുടെ സൗണ്ട്. ശരി, കേൾക്കാം. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒരു സെലിബ്രിറ്റീസ് ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇന്ന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് നല്ല, ഞാനും ആദർശം ദിലീപൊക്കെ സാഗറിലൊക്കെ ഉള്ള സമയം എന്ന് പറയുന്ന അന്ന് മിമിക്രി അന്ന് ഭയങ്കര തിരക്കായിരുന്നല്ലോ ആ കാലത്ത്. അപ്പൊ ഇന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ആൾക്കാർ വന്ന് ഫിഗർ ചെയ്യും, സ്റ്റാർ ചെയ്യും, രണ്ടും സെപ്പറേറ്റാ. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഒരാളിങ്ങനെ കൈ കെട്ടി നിന്നിട്ട് ഒരൊറ്റ ശബ്ദത്തിലെ മമ്മൂട്ടി എല്ലാം അങ്ങ് വന്നു പോകും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവിടെ വരാനായിട്ട്. അവർക്ക് എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. അടുത്തത് ഒരു ഗാനമാണ് അല്ലേ? വേണുഗോപാലിന്റെ സൗണ്ട് മാത്രം. മോൻ ബ്ലെസ്ഡ് ആണ് കേട്ടോ. മോൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. മോനോട് കയറി വന്ന് പാട്ട് പാടിയപ്പോഴ് ഞാൻ സുജുവിനോട് പറഞ്ഞു, ഇത്ര നന്നായിട്ടാണ് ആ കുട്ടി പാടുന്നതെന്നല്ലോ കേട്ടോ. ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ കുട്ടി പാടുന്നത്. എത്ര വയസ്സുണ്ട് മോന്? 10 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. ഇറ്റ്സ് വെരി ബ്ലെസ്ഡ്. പിന്നെ എനിക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഷൈജു അതൊന്ന് വായിക്കൂ. അത് എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂക്കി മലർത്താരം കൊണ്ടുവന്നതാര്. അതാണ് കേട്ടോ എന്റെ നോട്ടെന്ന് പറയുന്നത്. സോ മോനെ നന്നായിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അവർക്ക് നല്ലൊരു കൈഡി കൊടുക്കണം കേട്ടോ.